തിരുപ്പതി ലഡു, അതിൽ മൃഗക്കൊഴുപ്പും അതുപോലെ തന്നെ മീനിന്റെ എണ്ണയും ഒക്കെ അടങ്ങിയിരിക്കുന്നു എന്ന ആശങ്കാപരമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ഇതിൽ കൃത്യമായി രാഷ്ട്രീയമുണ്ട്, ഇതിൽ കൃത്യമായ വർഗീയതയുണ്ട്. ഇത് ഏത് തരത്തിലാണ്, എങ്ങനെയാണ് ഇതിനെ BJP ഉപയോഗിക്കാൻ പോകുന്നത് എന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ അലയടിക്കാൻ പോകുന്ന സംഭവം. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി TDP നേതാവായ ചന്ദ്രബാബു നായിഡുവാണ്. വാസ്തവത്തിൽ ചന്ദ്രബാബു നായിഡുവിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ആന്ധ്രാപ്രദേശിൽ ഉണ്ട്. തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ നന്ദിനി ബ്രാൻഡ് നെയ്യാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സുബ്ബറാവുവിനെ അവിടെ തിരുമല ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിച്ചു. ജഗൻമോഹൻ റെഡ്ഡിയുടെ ബന്ധുക്കളായ നിരവധി ആളുകളെ അവിടേക്ക് കൊണ്ടുവന്നു. ഇതിനേക്കാൾ ഒക്കെ ഉപരി ജഗൻമോഹൻ റെഡ്ഡി ഒരു ക്രിസ്ത്യൻ കൺവേർട്ടഡ് വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളും ഒക്കെ ഇത്തരത്തിലേക്ക് ഒരു പരിവർത്തനം നടത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായും അതിന് നേരെയുള്ള ഒരു അറ്റാക്കിനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP നടത്തി വരുന്നത്. വാസ്തവത്തിൽ BJPക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരു രീതിയിലും തർക്ക വിഷയം ഉന്നയിക്കാൻ കഴിയില്ല. ഇതാരാണ് നടത്തിയത്, എന്താണ് ഇതിനകത്ത് അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് നിലവിൽ ഉത്തരം കിട്ടിയിട്ടില്ല. തിരുപ്പതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചന്ദ്രബാബു നായിഡു കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എന്ന രീതിയിലാണ്. വാസ്തവത്തിൽ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നൂതന വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഴിമതി നടന്നു എന്നത് ഉന്നയിച്ച് ചന്ദ്രബാബു നായിഡുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തിനെ ജയിലഴിക്കുള്ളിലേക്ക് ആക്കുകയും ചെയ്തു. ഇതിന്റെ പകപോക്കലാണ് ചന്ദ്രബാബു നായിഡു കുശാഗ്ര ബുദ്ധിയിൽ ഇപ്പോൾ ആലോചിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഇപ്പോൾ YSR കോൺഗ്രസിലെ നിരവധിയായ പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന BJP TDPയുടെ വലിയ രീതിയിലുള്ള പിന്തുണ കൊണ്ട് കൂടിയാണ് അധികാരത്തിൽ ഇരിക്കുന്നത് എന്നത് നമ്മൾ ഓർമ്മിക്കണം. ചന്ദ്രബാബു നായിഡുവിനെ മുന്നിലിറക്കി പല രീതിയിലുള്ള വർഗീയ കളി കളിക്കാനുള്ള ശ്രമമല്ലേ എന്നുള്ള വലിയ ചോദ്യം YSR കോൺഗ്രസ് ഉന്നയിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് ഏത് ലാബിൽ നിന്നാണ് വന്നത് എന്നുള്ളത് കൂടി ഓർക്കണം. ഗുജറാത്തിലെ ഒരു ലാബിൽ നിന്നാണ് ഈ റിപ്പോർട്ട്, പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്വാധീനം BJPക്കുള്ള സംസ്ഥാനം ഉത്തർപ്രദേശോ അതല്ലെങ്കിൽ മധ്യപ്രദേശോ ഒന്നുമല്ല, ഇപ്പോഴും ഗുജറാത്ത് തന്നെയാണ്. ഗുജറാത്തിൽ BJP പറയുന്നതിനപ്പുറത്തേക്ക് ഒരു മാർഗമില്ല. പ്രതിപക്ഷ പാർട്ടികൾക്ക് അവിടെ ക്യാമ്പയിൻ ചെയ്യാൻ പോലും പലപ്പോഴും കഴിയാറില്ല. ഭയമൂലമാണ്, ജീവനിലെ ഭയമൂലമാണ് എന്ന് പലപ്പോഴായി കോൺഗ്രസ് പ്രവർത്തകർ പറയാറുണ്ട്. ഇവിടെ തിരുപ്പതിയിൽ നടന്നിട്ടുള്ളത് എന്താണ് എന്ന് കൃത്യമായി അന്വേഷിക്കാതെ തന്നെ ആദ്യമേ ചാടി ഇറങ്ങിയിരിക്കുകയാണ് BJP. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമാണ്. ചന്ദ്രബാബു നായിഡുവിനെ മുന്നിൽ നിർത്തിയുള്ള ഒരു കളിയാണ് BJPയുടെ മനസ്സിലുള്ളത്. ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്നതിന് പകരമായി കൃത്യമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജഗൻമോഹനെയും അതുപോലെ ജഗൻമോഹന്റെ പാർട്ടിയെയും തകർക്കുക, തച്ചുടയ്ക്കുക എന്ന അജണ്ടയാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആന്ധ്രയുടെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ അവിടെ BJP നുഴഞ്ഞു കയറാൻ വേണ്ടിയുള്ള, അതായത് എങ്ങനെയും വർഗീയത പടർത്തി ഏതെങ്കിലും വിഷയം ഉയർത്തി അവിടെ BJP സ്വാധീനം ചെലുത്താനുള്ള ശ്രമം നടത്തുന്നു എന്ന് നിരവധി തവണ YSR കോൺഗ്രസ് ആരോപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ YSR കോൺഗ്രസിനെതിരെ എന്ത് ആരോപണം ഉന്നയിക്കാനും BJPക്ക് യാതൊരു മടിയുമില്ല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ BJP ഉന്നയിക്കാൻ ഇതൊരു മാർഗമായി, ഇതൊരു വഴിയായി എന്ന് കരുതി BJP വന്നാൽ ഞങ്ങൾ കൃത്യമായും നിയമ നടപടിക്ക് ഒരുങ്ങും എന്ന് തന്നെയാണ് ജഗൻമോഹൻ പറഞ്ഞിരിക്കുന്നത്.